സൗദിയിലെ വിവിധ ഭാഗങ്ങളിൽ ചൂടിന് ശക്തി വർദ്ധിക്കുകയാണ്. റിയാദ്, മക്ക, മദീന എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റും പൊടിക്കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. ജൂലൈ മാസത്തിൽ സൗദിയിൽ അതിശൈത്യമുണ്ടാകുമെന്ന് നേരത്തെ കാലാവസ്ഥാ മുന്നറിയിപ്പുകളുണ്ടായിരുന്നു. 2 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും കഠിനമേറിയ ചൂടാണ് സൗദിയിൽ അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി അതിശൈത്യമാണ് സൗദിയിലെ വിവിധ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്നത്. അന്തരീക്ഷ ഊഷ്മാവ് 52 ഡിഗ്രിക്ക് മുകളിൽ വരെ എത്തിയ സ്ഥലങ്ങളുണ്ട്. വേനൽക്കാലത്തിന്റെ തുടക്കത്തിലെ ചൂട് ശക്തമാവുന്നത് ഇത് ആദ്യമായാണ്. കഠിന ചൂട് കൃഷിയെയും സാരമായി ബാധിക്കുന്നു. റിയാദ്, മക്ക, മദീന, നെജിറാൻ എന്നിവിടങ്ങളിലും ശക്തമായ കാറ്റും പൊടിക്കാറ്റും ഉണ്ടാവുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചെങ്കടൽ തീരത്ത് മണിക്കൂറിൽ 16 മുതൽ 36 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. ശക്തമായ ചൂട് തുടരുന്നതിനാൽ ഉച്ചയ്ക്ക് 11 മുതൽ വൈകുന്നേരം 4 വരെ പുറത്ത് ജോലി ചെയ്യുന്നവരെ തൊഴിൽ മന്ത്രാലയം നേരത്തെ വിലക്കിയിരുന്നു. ഉച്ചസമയങ്ങളിൽ വാഹനം ഓടിക്കുന്നത് ജാഗ്രത പാലിച്ചുകൊണ്ടായിരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അതിശക്തമായ ശൈത്യം തുടരുന്നത് കടകമ്പോളങ്ങളെയും സാരമായി ബാധിക്കുന്നുണ്ട്. ഈ വർഷത്തെ ഉംറ സീസൺ ആരംഭിച്ചെങ്കിലും മക്കയിലും മദീനയിലും ചൂടും പൊടിക്കാറ്റും തീർത്ഥാടകർക്ക് വെല്ലുവിളിയാവുന്നുണ്ട്. മീഡിയ 1, മക്ക.